നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാടോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ? സാറ് ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മടക്കി കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കി, അപ്പൊ കൊതു കുത്തത്തില്ല. സാറേ നിർത്ത്, ഞങ്ങൾ മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ ബാബു വേണ്ട. പിന്നെ ഇയാൾ എന്ത് വർത്താനാണ്? ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ബിനോയ് സി ബാബു, ഈ കെ പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല. ഈ സമരം ഞാൻ അറിഞ്ഞില്ല, അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് കൊടുക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയല്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പേരെന്താ? ലൈലാസുർ. ഫുൾ നെയിം പറയേ. CK ലൈലാസുർ. മിക്സ് ചെയ്തിട്ടാണ്. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, ഉഷപ്പടിക്കണം, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാൽ 5 റൗണ്ടും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ, ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്നാ. താങ്ക്സ്. അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ശോകമില്ല, വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെയുള്ളതെന്ന് അറിയോ? തൊട്ട് ബാക്കിലല്ലേ അതിനകത്ത് ട്രൈ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. അത്രേ ഉള്ളൂ? ഇപ്പൊ ശരിയാക്കി തരാം. പോയി 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. 9400452489. ജിപേ ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്നെ നമ്പർ മേടിച്ചുണ്ടാവള്. ആ പൈസ പോയാടല്ലോ. അത് ഗൂഗിൾ ആൻറ്റി തരും. ദേ എന്നെ നോക്കി ചിരിച്ചു. തരും തരൂന്ന് പറഞ്ഞാ തരും. തരോല്ലേ? പിന്നെ അല്ലാണ്ട്. വെൽക്കം. എന്താ? ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്കിപ്പോ വേണ്ട. അമ്മേ, ചേട്ടന് ഫുഡ് വേണ്ടാന്ന്. ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. ഓടി, എനിക്ക് ഫുഡ് വേണം. നീ തിന്നണ്ടാ. ഞാൻ കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ലേ? ചോറിന് എന്താണ് കറി? തോരൻ, സാമ്പാർ, ചീരക്കറി. അയ്യേ, മൂടുപോയി. ഏത് നേരത്തൊരു റസ്ക് തീറ്റ. അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ. ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ പൊന്നുമോളെ, നമുക്ക് നാളെ മീൻ മേടിക്കാം കേട്ടോ.
നീ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ ഈ കസേര ഒന്ന് നീക്കിടാൻ വേണ്ടി എണീറ്റാണ്. എന്നാ അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാർ എടുത്തോണ്ട് വാ. എന്തായാലും നീ എഴുന്നേറ്റതല്ലേ? അച്ചാറാ? ഞാനാ? അച്ചാറ് ഞാൻ എടുത്തിട്ടുണ്ട്, നീ അവിടെ ഇരുന്ന് കഴിച്ചേ. എനിക്കും. ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ? ഇതെന്താണ്? എടേക്കാ കോളേക്ക് എങ്ങോട്ടാ? കോളേജൊക്കെ കിട്ടിട്ടാണ് പാപ്പ, ഒന്നും പറയാനില്ല. അതെ, ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണയും ലീവ് ക്യാൻസൽ ആയിന്നാ പറഞ്ഞേ. സ്വാഭാവികം. രാജന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞാൽ രാജന്റെ കല്യാണത്തിന് വരാത്തവന് വന്നപ്പോ തുടങ്ങിയതാണ് ഇത്. അത് തീർക്ക്. ഡാ കഴിച്ചിട്ട് പോടാ. മതി മതി. ലവ് ആണ്. മിണ്ടാതെ കഴിക്കി. ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ? റീൽസ് ഒക്കെ കോമഡി അല്ലേ? ലൈലുവിന് കോമഡി റീൽസ് ആണോ ഇഷ്ടം? കോമഡി റീൽസാ? ലൈലുവിന് ഡാൻസിങ്, ആക്ടിങ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ? ഇയാൾക്ക് ഉറപ്പൊന്നുമില്ലേ? പാതിരാത്രിക്ക് ഷൂസ് കിട്ടി ഇയാളെ ഇങ്ങോട്ടാ. അമ്മേ അയ്യോ, 4 മണി കഴിഞ്ഞല്ലോ. ചെറു പുഞ്ചിരിയോടെ തുറന്നു വായിക്കൂ. ഇതിലെന്റെ പ്രണയമുണ്ട്. സ്വന്തം വാക്യം അജ്ഞാതൻ. അങ്ങോട്ട് പോയാനെ. മഴ കൊട നിങ്ങൾ രണ്ടുപേരും കൂടി കൊടയൊക്കെ ചൂടി പൊക്കോളൂ. ഓക്കെടാ. അയ്യോ സോറി. സാരോ ലൈലു എവിടെ ഉണ്ട്? ലൈലു ഹായ് സരോ. ഹായ്. ലൈലു എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയാണ്ടെന്ന് സരോയും പറഞ്ഞിരുന്നു. ലൈലു പറഞ്ഞോ? കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു, അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു. മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ. നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായതാ ചാരത്തണഞ്ഞു നിൽപ്പു. ഈ വരിക്കിടയിൽ നിന്നാർദ്രമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം. അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ. മനസ്സിലിനി ആറാത്ത പോറലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം. സഖാവ് ഇന്ന് ഇതിനൊരു തീരുമാനം. ഈ കാര്യത്തിൽ ഇനി വേറെ തീരുമാനമൊന്നുമില്ല. നിങ്ങൾ പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് ഈ മാനേജ്മെന്റിന്റെ ചർച്ചകള് ഒരു തീരുമാനം ഉണ്ടാക്കണവരെ ഈ ക്യാമ്പസിൽ പഠിക്കണ്ട. അതെന്നെ തീരുമാനം. സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണോ വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും സഖാവേ.